Meet the editors. ചോദ്യം ഇതാണ്, നിതിന് നീതി അകലെയോ? നിതിന് നീതി അകലെയോ എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, നിതിന് നീതിയില്ലല്ലോ, നിതിൻ പോയി കഴിഞ്ഞു. നിതിൻ്റെ കുടുംബത്തിന് നീതി ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ ഒരു സാധ്യത കുറവാണ്. കാരണം നമ്മൾ ഇത്തരം ഒരുപാട് കേസുകൾ കാണുകയാണ്. നമുക്ക് അംബേദ്കർ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും നിങ്ങളുടെ വഴിമുടക്കുന്ന നികൃഷ്ട ജന്തുവായി ജാതി ഉണ്ടാകും. ഈ ജീവിയെ കൊല്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയവും സാമ്പത്തികമായ പരിഷ്കരണങ്ങൾ സാധ്യമല്ല എന്നുള്ളതാണ്. ആ ജീവിയെ കൊല്ലാനേ സാധിച്ചിട്ടില്ല, ആ ജീവി ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമായ ജാതി നിൽക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കോളേജിലെ കാര്യം നോക്കുമ്പോൾ ഈ അധ്യാപകനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പരാതികളൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന പരാതികളാണ്. ഡോക്ടർ റാം എന്ന അധ്യാപകൻ ക്ലാസ് എടുക്കാനായിട്ടേ അല്ല ക്ലാസ്സിലേക്ക് വരാറെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇതിലൊരു വ്യത്യാസമുള്ള, സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്കൊരു ഭയമുണ്ടാവും പ്രതികരിക്കാൻ. പക്ഷേ ഇത് സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ നിതിൻ്റെ സഹപാഠികളും സീനിയറായ വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ഈ അധ്യാപകനുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇയാൾ ക്ലാസ്സിലേക്ക് വരുന്നത് അധിക്ഷേപിക്കാൻ മാത്രമാണ് എന്നാണ്. മെലിഞ്ഞവരെ, കറുത്തവരെ, തടിച്ചവരെ ഒക്കെ ആ രൂപത്തിലാണ് വിളിക്കുക. പിന്നെ നിതിനോട് സംസാരിക്കുമ്പോൾ നിതിൻ്റെ അമ്മയ്ക്ക് സർജറിയാണ് എന്ന് പറഞ്ഞപ്പോഴും അതിനോടും അപമാനിച്ചുകൊണ്ട് സംസാരിച്ചു. സാമ്പത്തികമായി ഏതവസ്ഥയിലാണ് ഒരു വിദ്യാർത്ഥി നിൽക്കുന്നതെന്ന് അയാൾ ചോദിച്ചറിയും. അച്ഛൻ്റെ ശമ്പളം ചോദിക്കും. ഇങ്ങനെ മുഴുവൻ അധിക്ഷേപമാണ്. ഇരിക്കാനും ഒന്ന് ചാരിയിരിക്കാൻ, ഒന്ന് കണ്ണ് അടഞ്ഞു പോയാൽ ഭയക്കുന്ന വിദ്യാർത്ഥികൾ എന്നാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത പെൺകുട്ടി പറഞ്ഞത്. ഇത്രയും കാലം ഇങ്ങനെ ഒരു അധ്യാപകനെ എങ്ങനെയാണ് ഒരു 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 കോളേജിൽ പഠിപ്പിക്കാനാകുന്നത്? ഇയാൾക്കെതിരെ നേരത്തെയും 2-3 പരാതികൾ വരികയും റിട്ടേൺ കംപ്ലയിൻറ്റിന് ശേഷം ഇയാളെ 2 തവണ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞിട്ടും തിരിച്ചെത്തുമ്പോൾ അയാൾ പൂർവാധികം ശക്തിയിൽ അതേ രൂപത്തിൽ പെരുമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രശ്നമേ അല്ല അയാൾക്ക്. അപ്പോൾ അയാളെ അവിടെ നിലനിർത്തുന്ന സംവിധാനം, ആ കോളേജുമായി ബന്ധപ്പെട്ട് ഇത്രയും ആരോപണം, ഈ വിദ്യാർത്ഥിയുടെ മരണം കഴിഞ്ഞ് ഇന്നേക്ക് 4ാമത്തെ ദിവസമാകുകയാണ്. ഈ 4ാമത്തെ ദിവസവും അവിടുത്തെ കോളേജ് അധികൃതരുടെ പ്രതികരണം നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു പ്രിൻസിപ്പലോ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉടമയുടെയോ ഒന്നും നമുക്ക് ഒരു പ്രതികരണവും കിട്ടിയിട്ടില്ല. ഈ കോളേജുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിൽ പ്രതികരിക്കുന്നത്? ഇപ്പോൾ SFIയും DYFIയും KSUവും MSFും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അവിടേക്ക് പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് അവസാനിക്കും. വീണ്ടും ആ അധ്യാപകൻ അവിടെ തുടരും, തിരിച്ചെത്തും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ അധ്യാപകനെ ഒരു അധ്യാപകനായി തുടർന്നുകൂടാ. ഡോക്ടർ റാം എന്ന മനുഷ്യൻ ഒരു അധ്യാപകനായി തുടരാനേ പാടില്ല എന്നതിൻ്റെ തെളിവുകളാണ് ആ കോളേജിൽ നിന്ന് ലഭിക്കുന്നത്. അതിനുശേഷം പോലീസ് എങ്ങനെയാണ് അതിൽ ഇടപെട്ടത്? ഈ വിദ്യാർത്ഥി മരിച്ചത് 3:30-ാണെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 6 മണിക്കാണ്. ആ സമയം എങ്ങനെയാണ്, ഇത്രയും വൈകിയത് എങ്ങനെയാണ് എന്ന ചോദ്യം ഉയർന്നിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതും ഈ പറയുന്ന ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയും. അതുണ്ടെങ്കിൽ തന്നെ അതല്ല മരണകാരണമെന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുകയാണ്. പക്ഷേ ആ വിഷയത്തിലേക്ക് പോലീസ് ഊന്നുന്നത് എന്താണ്? അതാണ് കാരണം എന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ആ അച്ഛനും അമ്മയും അങ്ങേയറ്റം സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവരാണ്. മെറിറ്റിലാണ് ഈ വിദ്യാർത്ഥി പഠിക്കാനെത്തിയത്, മെറിറ്റിലാണ്. അപ്പോൾ നന്നായി പഠിക്കുന്ന, പരീക്ഷാകാലത്ത് വീണ്ടും പേപ്പറിൽ വാങ്ങി എഴുതുന്ന സഹപാഠിയായിരുന്നതാണ് കൂടെയുള്ളവർ ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മിടുക്കനായ ഒരു വിദ്യാർത്ഥി എങ്ങനെ മരിച്ചു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എത്രയധികം മരണങ്ങൾ നമ്മുടെ മുന്നിൽ നടന്നിരിക്കുന്നു, എത്രയധികം. ഇപ്പോൾ വിമുലയുടെ മരണം, രോഹിത് വിമുലയുടെ മരണം നമ്മൾ ഏറെ ചർച്ച ചെയ്താണ്. രോഹിത് വിമുലയുടെ മരണത്തിന് ശേഷം ഒരു വിമുല ആക്ട് വേണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. വിമുലയ്ക്ക് ശേഷം ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ അമ്മയ്ക്ക് കിട്ടിയ ഇതിനുശേഷം ലഭിച്ച ലക്ഷങ്ങളുടെ തുക അത് എനിക്ക് വേണ്ട, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് അമ്മ പറഞ്ഞത്. നമുക്കറിയാം, കേരളത്തിലടക്കം അവർ വന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് നമ്മുടെ മുന്നിൽ. ഇത്തരം ഈ കേരളത്തിൽ എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിട്ടുണ്ടെന്ന് അതിനൊരു കണക്കും നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. ഈ കേരള യൂണിവേഴ്സിറ്റി റിസർച്ച് സ്കോളറായിരുന്ന ദളിത് ഗവേഷകൻ വിപിൻ വിജയൻ ഒരു പരാതി വന്ന് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അത് അധ്യാപികയ്ക്കെതിരെയാണ്. അപമാനിച്ചു, ഗവേഷണം തടസ്സപ്പെടുത്തിയെന്നുള്ള ആരോപണമാണ് അതിൽ വന്നിരുന്നത്. SC/ST ആക്ട് പ്രകാരം കേസെടുത്തു. എന്ത് സംഭവിച്ചു? ആ അധ്യാപികയ്ക്കെതിരെ വേറെ എന്തെങ്കിലും നടപടിയുണ്ട്? ആ അധ്യാപിക ഇപ്പോഴും പഠിപ്പിക്കുന്നില്ലേ? അപ്പോൾ ഇത് തുടരുകയാണ്. പിന്നെ ഹരിത അനീഷ്, പാലക്കാട് ദളിത് യുവാവ് അനീഷിനെ ഉയർന്ന ജാതിയിലെ ഭാര്യയുടെ കുടുംബം കൊന്നു എന്നുള്ളത്, അത് വേറെ കേസാണ്. കെവിൻ്റെ കേസ് നമ്മൾ കേരളം ഏറെ ചർച്ച ചെയ്ത കേസാണ്. അതും വേറെ രൂപത്തിൽ കാണാം. മധുവിൻ്റെ കേസ്, മധുവിനെ കെട്ടിയിട്ട് അടിച്ചു കൊല്ലുകയായിരുന്നു. അത്തരം കേസ് ഈ അടുത്ത് പോലും മറ്റൊന്ന് സംഭവിച്ചല്ലോ. നെടുമങ്ങാട് സ്വദേശിയായ ബിന്ദു എന്ന ദളിത് യുവതിയെ പോലീസ് സ്റ്റേഷനിൽ വ്യാജ മാലമോഷണ കേസിൽ എങ്ങനെയാണ് പോലീസ് പീഡിപ്പിച്ചതെന്ന് നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ട്. എന്നിട്ട് അവർക്ക് കുടിക്കാൻ വെള്ളം
എവിടെ നിന്നാണ് വെള്ളം എടുത്തു കൊടുത്തത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്യുന്നു, പിന്നീട് അതിനുശേഷം വീണ്ടും ഇതൊക്കെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നു. കോളേജുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പരാതികളുടെ എണ്ണമുണ്ട്. ആ എണ്ണങ്ങളിൽ 1000-ൽ പരം കേസുകളുണ്ട്. 2019 മുതൽ 2020 173 പരാതികളാണ് ഈ തരത്തിൽ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികൾ, കോളേജുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. 2023-24 എണ്ണം കൂടുകയാണ്, 378 ആകുന്നു. 2019-20 മുതൽ 2023-24 വരെയുള്ള കാലയളവിൽ 704 സർവകലാശാലകളിലും 1553 കോളേജുകളുമായി 1260 പരാതികൾ ഉണ്ടായിരിക്കുന്നു. ഇതിൽ 1052 എണ്ണം തീർപ്പാക്കിയെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് തീർപ്പാക്കുന്നത്? ഒരു പരാതി ഉയരുമ്പോൾ അതെങ്ങനെയാണ് തീർപ്പാക്കുന്നത്? ആ അധ്യാപകൻ ഒരു പക്ഷേ മാപ്പ് പറയുമായിരിക്കാം, അങ്ങനെ അത് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗൗരവത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ SC/ST കമ്മീഷൻ ആ വീട്ടിലെത്തി മൊഴിയെടുക്കുന്നുണ്ട്. SC/ST ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതിലപ്പുറം എത്രത്തോളം നീങ്ങും എന്നുള്ളതാണ്. നമ്മൾ മാധ്യമങ്ങൾ ആ ഘട്ടത്തിൽ ഇവർക്കൊപ്പം നമ്മൾ നിൽക്കുന്നു. കുറേ ദിവസങ്ങൾ അത് ചർച്ച ചെയ്യുന്നു. വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമായി ഇറങ്ങുന്നു. അതിലപ്പുറം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്, സ്വകാര്യ ഡെന്റൽ കോളേജ് എങ്ങനെയാണ് ഇത്രയധികം ഏക്കർ, 500 ഏക്കറിലധികം വരുന്ന സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും ഏക്കറിൽ ഈ ഒരു കോളേജ് എങ്ങനെയാണ് അവിടെ വരുന്നത്? അതിന് പിന്നിൽ ആരാണ്? ആ കോളേജിൽ യഥാർത്ഥത്തിൽ നിയമവ്യവസ്ഥ അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്? ആ പരിശോധനയും വേണ്ടതാണ്. അത് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒരുപക്ഷെ പ്രതിക്കൂട്ടിലാകും. കാരണം അത് എങ്ങനെയാണ് അത് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള നേരത്തെയും പരാതികൾ വന്നിട്ടും എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും നിതിൻ്റെ കാര്യത്തിൽ നിതിന് നീതിയില്ല, നിതിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നീതി കിട്ടേണ്ടതുണ്ട്, പക്ഷേ പ്രതീക്ഷയില്ല. ഇനിയും അടുത്ത കേസ് എന്ന രൂപത്തിൽ തന്നെ ഇത് പോകുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. നിതിന് നീതി അകലെയോ എന്നുള്ളതാണ് ചോദ്യം. നിതിന് നീതി അകലെയാണോ സുനിൽ? നിതിനെ പോലെ എത്ര ചെറുപ്പക്കാരെ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി കണ്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് ഒരു കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷയുമായിരുന്നു നിതിൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പഠന മികവ് കൊണ്ടാണ് ഈ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പഠിച്ച് നല്ലൊരു ജോലി കിട്ടി ആ കുടുംബത്തിൻ്റെ കാവലാളാകും, അതിന് താങ്ങും തണലുമാകും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഈ കൂലിവേല ചെയ്യുന്ന കുടുംബം കടം വാങ്ങിയൊക്കെ ആയിരിക്കും ഈ കുട്ടിയെ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അയച്ചിട്ടുണ്ടാവുക. ആ കുടുംബത്തിന് എന്താണ് ഇന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനം നൽകിയത്? ജീവനില്ലാത്ത ഒരു ശരീരമാണ് ഇന്ന് ആ വിദ്യാഭ്യാസ സ്ഥാപനം ആ കുടുംബത്തിന് നൽകിയിരിക്കുന്നത്. നിറത്തിൻ്റെ പേരിൽ അപമാനിക്കുക, അധിക്ഷേപിക്കുക, ജാതിയുടെ പേരിൽ അപമാനിക്കുക, അധിക്ഷേപിക്കുക, ശരീരത്തിൻ്റെ പേരിൽ അപമാനിക്കുക, അധിക്ഷേപിക്കുക, അതുപോലെ ഒരു കുട്ടിയെ ക്ലാസ് മുറിയിൽ പെൺകുട്ടികളെ അടിക്കാൻ മറ്റ് ആൺകുട്ടികളോട് ആവശ്യപ്പെടുക. ഒരു അധ്യാപകനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതെല്ലാം. അപ്പോൾ ഡോക്ടർ റാം എന്ന് പറയുന്ന ഈ അധ്യാപകൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് അധ്യാപകനായി തുടരാനുള്ള, ഒരു പ്രൊഫസറായി തുടരാനുള്ള, ഒരു ഡെൻ്റൽ പ്രൊഫസറായി തുടരാനുള്ള യോഗ്യതയില്ല എന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹത്തിനെ ഉടൻ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കണം. അതല്ല എങ്കിൽ ഈ ഒരു അധ്യാപന ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ റദ്ദാക്കണം, അദ്ദേഹത്തെ ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ന് ഒരുപാട് കുട്ടികളുടെ സാക്ഷ്യമുണ്ട്. പലരും ഇതുവരെ ഇതൊക്കെ തുറന്ന് പറയാതിരുന്നത് ഭയം മൂലമാണ്. കാരണം ഇൻ്റേണൽ മാർക്ക് നൽകില്ല. അപ്പോൾ എന്തെങ്കിലും അധ്യാപകനെതിരെ ഒരു പരാതി നൽകിയാൽ അവരുടെ ഇൻ്റേണൽ മാർക്ക് വെട്ടിക്കുറയ്ക്കും, അവർക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും, അവർക്ക് സമാധാനത്തോടെ അവിടെ പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെ തുടങ്ങി ഒരുപാട് ഭീഷണികളാണ് ഈ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു നിതിൻ രാജ് എന്ന് പറയുന്ന കുട്ടിയുടെ മരണം ഇപ്പോൾ സംഭവിച്ചതിന് പിന്നാലെ ഉണ്ടായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നത്. എത്രത്തോളം ഭീകരമായിരുന്നു ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഈ ഒരു ഡെൻ്റൽ കോളേജിലെ അവസ്ഥ എന്നതിൻ്റെ വസ്തുത നമുക്കിപ്പോൾ പുറത്തു വരികയാണ്. കുട്ടികളൊക്കെ അത് തുറന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ അധ്യാപകൻ ക്ലാസ് മുറിയിൽ എത്രത്തോളം ഭീകരമായാണ് വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചിരുന്നത്, അവരെ അപമാനിച്ചിരുന്നത്, അവരോട് പെരുമാറിയിരുന്നത് എന്നതാണ്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ സാറിന് അത് നന്നായി പറയാൻ പറ്റും. സാർ ഒരു അധ്യാപകൻ കൂടിയാണ്. ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്നത് മാത്രമല്ല, അവർക്ക് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള എല്ലാം ഒരു സ്നേഹത്തിലൂടെ പകർന്നു കൊടുക്കുക എന്നത് കൂടിയുണ്ട്.
കണ്ടിട്ടുണ്ട്. എനിക്കൊക്കെ അങ്ങനെയുള്ള അധ്യാപകന്മാർ എൻ്റെ കോളേജിലൊക്കെ തന്നെ വലിയ പ്രചോദനമായിട്ടുണ്ട്. നമ്മളൊക്കെ മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ തന്നെ ആ ഒരു പിന്തുണയും സഹായവും സ്നേഹവും ഒക്കെ തന്നെയാണ് നമ്മളെയൊക്കെ ഒരു ചുവട് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചുവടിനൊക്കെ തന്നെ നമുക്ക് കരുത്ത് പകർന്നിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ഒരുപാട് അധ്യാപകരെ കണ്ടിട്ടുണ്ട്, ആദരിക്കുന്നുണ്ട്, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള ചില അധ്യാപകരെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി വലിയ പ്രതീക്ഷയോടുകൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അവനെ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാരണമായി ഒരു അധ്യാപകൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ രീതി അതൊക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ ഇതൊരു വലിയ ക്രൈമാണ്. ഇന്നിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നൊക്കെ പറയുന്ന പോലെ ഇന്നൊരു പുതിയ വാക്കുകൂടി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്, സ്റ്റാഫ് റാഗിങ് എന്ന്. കോളേജിലേക്ക് പോകുമ്പോൾ, വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ റാഗിങ് പണ്ട് വലിയ ഭീഷണിയായിരുന്നു എന്നൊക്കെ അത് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പറയുന്നത് സ്റ്റാഫ് റാഗിങ് എന്നാണ്. വിദ്യാർത്ഥികളെ സ്റ്റാഫ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തുന്നു, അപമാനിക്കുന്നു. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. ഏതായാലും നമ്മൾ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ 2024 വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഒരു വർഷം 13,000 വിദ്യാർത്ഥികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. 13,000 വിദ്യാർത്ഥികൾ. അത് 2021-ലെയും 2022-ലെയും 2023-ലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും 50%, 60% ഒക്കെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് രാജ്യത്ത് ഉയരുന്നു എന്നതാണ്. ഏറ്റവും രസകരമായൊരു കാര്യം, ഞാൻ രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഈ ഒരു ആത്മഹത്യാ നിരക്ക് സംബന്ധിച്ച പാർലമെൻറ്റ് അംഗങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം പരിശോധിക്കാനായി നോക്കിയപ്പോൾ ഉത്തരം കൃത്യമായി സർക്കാരും നൽകുന്നില്ല. എത്ര പേർ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു എന്ന് പല പാർലമെൻറ്റ് അംഗങ്ങളും പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാണ് മറുപടി. ആ വെബ്സൈറ്റിലേക്ക് ഒരിക്കലും പോകാനും കഴിയില്ല. അപ്പോൾ ഈ കണക്കുകൾ സർക്കാർ തന്നെ മറച്ചു വയ്ക്കുന്നു എന്ന് നമുക്കിതിലൂടെ വ്യക്തമാകും. ഇപ്പോൾ സ്മൃതി മാഡം പറഞ്ഞതുപോലെ 2016 രോഹിത് വെമുലയുടെ ആത്മഹത്യ അതുകൊണ്ട് അവസാനിച്ചോ? അതിനുശേഷം 2019 മുംബൈയിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന പായൽ തത്വയുടെ മരണം, 2023 ദർശൻ സോളങ്കിയുടെ മരണം, അതുപോലെ തന്നെ എയിംസ് വിദ്യാർത്ഥിയായ അനിൽ മീലയുടെ മരണം, അതുപോലെ IIT മദ്രാസിലെ വിദ്യാർത്ഥിയായിരുന്ന ഫാത്തിമ ലത്തീഫിൻ്റെ മരണം, ആത്മഹത്യ, അതുപോലെ കേരളത്തിൽ ജിഷ്ണു പ്രണോയുടെ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണു പ്രണോയുടെ ആത്മഹത്യ, ഇങ്ങനെ തുടങ്ങി ജാതി അധിക്ഷേപം, വ്യക്തി അധിക്ഷേപം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കഴിയാത്ത അന്തരീക്ഷം സൃഷ്ടിക്കൽ, അതിന് അധ്യാപകർ തന്നെ നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും. ഞാൻ സുപ്രീം കോടതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. സുപ്രീം കോടതി ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ബെഞ്ച് അതിശക്തമായി ഈ വിഷയത്തിൽ ഇടപെടുകയും മെഡിക്കൽ കൗൺസിലിനോട് ഇതിനായൊരു സമിതി രൂപീകരിക്കണമെന്നതടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് UGCയോട് ഒരു സമിതി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ രാജ്യത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ജാതി അധിക്ഷേപവും വ്യക്തി അധിക്ഷേപവും അതുപോലെ തന്നെ സാമ്പത്തിക സാഹചര്യങ്ങൾ പറഞ്ഞുള്ള അധിക്ഷേപവും ഒക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. അതായാലും അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇപ്പോൾ ഈ നിതിൻ രാജിൻ്റെ ഈ ഒരു ആത്മഹത്യ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഇപ്പോൾ ഈ ഫോൺ ആപ്പ് പോലുള്ള സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെയുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ന് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനം. ഈ ആത്മഹത്യയിലേക്ക്, ഈ ഇത്തരം ചതിക്കുഴികളിലോ എന്തെങ്കിലും പ്രതിസന്ധികളിലോ പ്രശ്നങ്ങളിലോ വിദ്യാർത്ഥികൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട്. അല്ലാതെ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുകയല്ല അധ്യാപകർ ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഈ വിഷയത്തിലെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. മാത്രമല്ല, ഞാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചരിത്രം പറയാം. ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒരുപാട് കേസുകൾ സുപ്രീം കോടതിയിൽ നിന്ന് ഞാൻ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, മരടിലെ ഫ്ലാറ്റുകൾ ഇടിക്കാൻ ഉത്തരവിട്ട ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചിൽ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയത് 50 കേസെങ്കിലും സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. 2016-17 വർഷം ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഒരു വർഷത്തെ 150 സീറ്റുകൾ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു മെഡിക്കൽ പ്രവേശനം. അതായത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ, അന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതിയില്ലാതെ കുട്ടികളിൽ നിന്ന് 1 കോടിയിലധികം രൂപ മേടിച്ച്, തലവരി പണം മേടിച്ച് അവിടെ
പ്രവേശനം നടത്തിയതിന് സുപ്രീം കോടതി അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയോട് അന്വേഷിക്കാൻ പറയുകയും പിന്നീട് സുപ്രീം കോടതി ആ വർഷത്തെ ആ ഒരു അലോട്ട്മെൻറ്റ് തന്നെ റദ്ദാക്കി. അതിനുശേഷം 2021 റദ്ദാക്കി. ഇത്തരത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നിയമലംഘനങ്ങൾ, തട്ടിപ്പുകൾ, ആ നിലയിൽ ഒരുപാട് കേസുകൾ ഈ മെഡിക്കൽ കോളേജിനെതിരെ സുപ്രീം കോടതിയിൽ ഇപ്പോഴുമുണ്ട്, നേരത്തെയും ഉണ്ടായിരുന്നു, അത് തുടരുകയാണ്. പക്ഷേ നമ്മൾ അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും അവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ ഭാവിയോർത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ ഈ മെഡിക്കൽ കോളേജിൻ്റെ തുടക്കവും അതിൻ്റെ പ്രവർത്തനവും ഒക്കെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ വിഷയത്തിലൊക്കെ തന്നെ കാലാകാലങ്ങളിൽ ഭരണതലത്തിൽ നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല എന്നൊരു വിമർശനം കൂടി എനിക്ക് ഇക്കാര്യത്തിലുണ്ട്. ഏതായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു ആത്മഹത്യ എന്നത് തീർച്ചയായും ഇത് ഈ വിദ്യാഭ്യാസ രംഗത്ത്, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെന്നല്ല, നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ തുടരുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. അത് എത്ര ശ്രമിച്ചിട്ടും അത് പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമായി പോവുകയാണ്. കാരണം ജാതി എന്ന് പറയുന്ന ഒരു വിഷയം അത് മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാറുന്നേയില്ല എന്നതാണ്. നിറത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അതായത് നിറമാണ്, മതമാണ്, ജാതിയാണ് എന്നുള്ള നിലയിലേക്ക് അധ്യാപകർ തന്നെ മാറുന്നു എന്നുള്ളതാണ്. മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള നിലയിലേക്ക് അധ്യാപകർ മാറുന്നില്ല എന്നുള്ളത് തീർച്ചയായും ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. ഏതായാലും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. അതിന് ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടി ഏതായാലും ഈ ഒരു സംഭവത്തിൻ്റെ പേരിലെങ്കിലും ഉണ്ടാകട്ടെ. മാത്രമല്ല, ഇപ്പോൾ ഈ സംഭവമുണ്ടായ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള വലിയ അന്വേഷണവും ഉണ്ടാകട്ടെ. മാത്രമല്ല, ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ, പ്രൊഫസറിനെതിരെ ശക്തമായ നടപടിയും വേണം. നിതിന് നീതി അകലെയാണോ എന്നുള്ളതാണ് ചോദ്യം. നിതിന് നീതി അകലെയാണ് എന്നുള്ളത് ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രോഹിത് വെമുല കൊല ചെയ്യപ്പെടുമ്പോൾ, അഥവാ അങ്ങനെ തന്നെ പറയണം, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആയിരുന്നു രോഹിത് വെമുലയുടേത്. രോഹിത് വെമുല ആത്മഹത്യ ചെയ്തതിന് ശേഷം അന്ന് പോലീസ് അന്വേഷിച്ചു പോയത് എന്താണെന്നറിയാമോ? രോഹിത് വെമുല ഒരു ദളിതനാണോ എന്നാണ് അന്വേഷിച്ചു പോയത്. ഇന്നിപ്പോൾ നിതിൻ ആത്മഹത്യ ചെയ്യുമ്പോൾ പോലീസിൻ്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ലോണാപ്പുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണോ ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ്. ഉണ്ടാവാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ആ കുട്ടിയെ സംരക്ഷിച്ചു പിടിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്വം ആ കോളേജും മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു അധ്യാപകനായിരുന്ന എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൽ രോഹിത് വെമുലയുടേതായ ഒരു പാറ്റേൺ ഈ വിഷയത്തിലും കാണാൻ പറ്റും. എങ്ങനെയാണ് സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നിതിൻ്റെ ഈ ഒരു കേസ് സ്റ്റഡി. മൂന്നാമത്തത്, ഇതിൽ റാം എന്ന് പറയുന്ന ഒരു അധ്യാപകൻ നമ്മുടെ ചുറ്റിലും കാണുന്ന സവർണ ബോധത്തിൻ്റെ, ഇപ്പോൾ നിലവിലിരിക്കുന്ന ജാതി ബോധത്തിൻ്റെ, ജാതി വിവേചനത്തിൻ്റെ, ലിംഗവിവേചനത്തിൻ്റെ ആൾരൂപമാണ് എന്നുള്ളതാണ്. ഒരു നിമിഷം പോലും അധ്യാപകനായി തുടരാൻ അർഹതയില്ലാത്തയാളാണ് എന്നുള്ളതാണ്. നേരത്തെ സുനിൽ പറഞ്ഞു പോയപ്പോൾ ഡോക്ടർ പായൽ തഡ്വിയെക്കുറിച്ച് പറഞ്ഞു. ഡോക്ടർ പായൽ തഡ്വി മുംബൈ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ അന്ന് വളരെ വിശാലമായ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിരുന്നു. അന്ന് 3 സീനിയേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്തത്. 3 മാസത്തിന് ശേഷം ആ കേസിൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? അവരുടെ ലൈസൻസ് തിരികെ കൊടുത്തു. ഇക്കഴിഞ്ഞ 7 വർഷമായി ആ കേസിന് ഒന്നും സംഭവിച്ചിട്ടില്ല സുനിൽ, ഒന്നും സംഭവിച്ചിട്ടില്ല ഡോക്ടർ പായൽ തഡ്വിയുടെ കാര്യത്തിൽ. ഡോക്ടർ പായൽ തഡ്വിയെ കൊലയ്ക്ക് കൊടുത്ത 3 സീനിയേഴ്സ് ഇന്ന് സമൂഹത്തിൽ ഡോക്ടർമാരായിട്ട് വലിയ കാശ് പറ്റിയ പ്രൊഫഷനിൽ ഇരിക്കുന്നുണ്ട്. അവിടെയാണ് നിതിൻ്റെ കാര്യത്തിലും നമുക്ക് സംശയമുണ്ടാവുന്നത്. നിതിന് നീതി വേണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഇത് ഒരു നിതിൻ്റെ കാര്യം മാത്രമല്ല, 13,000 പേരുടെ കാര്യം നേരത്തെ പി ആർ സുനിൽ പറഞ്ഞു. 2013 മുതൽ 2023 വരെ ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലുമായി കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ കണക്കെടുത്ത് നോക്കിയാൽ 2013 അപേക്ഷിച്ച് 65% വർധനവാണ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിൽ ഉണ്ടായിരിക്കുന്നത്. 13,000 വിദ്യാർത്ഥികൾ ഒരു വർഷം കൊഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഒരു മാസം 1000-ലധികം വിദ്യാർത്ഥികൾ നമ്മുടെ വിവിധ സ്ഥാപനങ്ങളിൽ, അതും നോക്കൂ, IIT, സർവകലാശാലയിൽ, മെഡിക്കൽ കോളേജുകളിൽ, സംസ്ഥാന സർവകലാശാലകളിൽ ഒക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എവിടെയോ എന്തോ തകരാറുണ്ടെന്നുള്ളതാണ്. ഇത് സുപ്രീം കോടതി വിശേഷിപ്പിച്ച് എന്താണെന്നറിയാമോ? ദിസ് ഈസ് എൻ എപ്പിഡമിക്. ഇതൊരു പകർച്ചവ്യാധിയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവത്തോടുകൂടി സമൂഹം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന മാനസികമായ വ്യഥ. ഇവിടെയാണ് സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ ജാതിയുടെ രൂപത്തിൽ നിതിനെ കൊന്നൊടുക്കുന്നത്.
ഉണ്ടാവാം. ഞാൻ ആവർത്തിക്കുന്നു, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദങ്ങൾ ആ കുട്ടിക്കുണ്ടാവാം. ആ കുടുംബത്തിൻ്റെ ബൈറ്റ് നമുക്കിന്ന് വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയുമോ ആ കുടുംബത്തിൻ്റെ ബൈറ്റ്? ഇത് ഞങ്ങൾക്കറിയാവുന്ന വിഷയമാണ്. 19,000 രൂപയോ മറ്റോ ആണ് ആ കുട്ടി ലോൺ എടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പലതവണ അത്തരത്തിലുള്ള ഭീഷണികൾ വരികയും കുടുംബം ആ ലോണൊക്കെ തിരിച്ചടച്ചിട്ടുള്ളതാണെന്ന് ഇന്ന് സഹോദരി ഭർത്താവ് എന്നോട് രാവിലെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം അവൻ ആത്മഹത്യ ചെയ്യില്ല, ഉറപ്പാണ്, 100%. കാര്യം ഇത് ആദ്യമായിട്ടല്ല ഈ കുട്ടിയും ഈ കുടുംബവും ലോൺ ആപ്പ് വഴി പണം കടമെടുക്കുന്നതും പണം തിരിച്ചടയ്ക്കുന്നതും. 1 2 തിരിച്ചടവൊക്കെ വൈകുമ്പോൾ ഇതേപോലെയുള്ള ഭീഷണികളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നിതിനുണ്ട്. പക്ഷേ നിതിനെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് നിതിൻ നേരിട്ട മാനഹാനിയാണ് എന്നുള്ളത് യാതൊരു തരത്തിലും സംശയത്തിന് ഇട നൽകാതെ പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ ആ സ്റ്റാഫ് റൂം എന്നുള്ളത് ഒരു ഹരാസ്മെൻറ്റ് റൂമാണ് എന്നാണ് നിതിൻ്റെ തന്നെ ശബ്ദ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നിതിൻ്റെ സഹപാഠികൾ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്ന പേരിൽ അവിടെ നടക്കുന്നത് ഇൻറ്റേർണൽ ഹരാസ്മെൻ്റ് ആണ് എന്നുള്ളതാണ് ഡോക്ടർ റാമിനെ കുറിച്ചടക്കം പറയുന്നത്. നോക്കൂ എങ്ങനെയാണ് സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ നടക്കുന്നത്. നിതിനെ യഥാർത്ഥത്തിൽ സ്ട്രക്ചറലി എക്സ്ക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് എന്ന് നിതിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. നിതിൻ്റെ അച്ഛന് ഇതിനെക്കുറിച്ച് ഈ സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ എന്ന വാക്കൊന്നുമല്ല ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മകനെ ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റിയാൽ പുതിയൊരു അഡ്മിഷൻ കൊടുക്കാമെന്ന് പോലും അവർ സംശയിച്ചിട്ടുണ്ടോ, അവർ കരുതിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുവെന്നാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ പലതിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്ന നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അടിമുടി വ്യാജമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു കോളേജിൽ, അടിമുടി കേസിലും നൂലാമാലകളിലും പെട്ടു നിൽക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ ഒരു കോളേജിൽ ഇതല്ല, ഇതിനും അപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഇവിടെ സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ സംഭവിക്കുന്നത് ഇതിനും അപ്പുറമാണ്. ഈ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പെയിൻറ്റ് ചെയ്യുന്നൊരു തൊഴിലാളിയാണ്, ഞാൻ ഇവനെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നല്ലോ, എൻ്റെ മകൻ ജീവനോടെ കാണുമായിരുന്നല്ലോ എന്നാണ് ആ അച്ഛൻ പറയുന്നത്. അമ്മ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണേ. ആ അച്ഛൻ അങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പെയിൻറ്റ് തൊഴിലാളിയായ രാജൻ്റെ മകന് പെയിൻറ്റ് തൊഴിലാണ് അഭികാമ്യമെന്ന് സമൂഹം കൽപ്പിച്ചു കൊടുക്കുകയല്ലേ. അവിടെ നീ ഈ പണിക്ക് പറ്റിയതല്ല എന്ന് ഈ കുട്ടിയുടെ മുന്നിൽ, പുഴുത്ത പട്ടി എന്ന വാക്കാണ് അത്ര ഉപയോഗിച്ചത്, അമ്മ പറയുകയാണ്, അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സഹോദരി പറയുകയാണ്. വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഈ ഡോക്ടർ റാം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നീ സ്റ്റുപ്പിഡ് ഇഡിയറ്റ് എന്ന മുഖത്ത് നോക്കി ഇത്രയും പേർ വളഞ്ഞിരുന്ന് വിചാരണ ചെയ്ത്, ഈ ആൾക്കൂട്ട വിചാരണ ചെയ്തിട്ട് പറയുകയാണ് 3 മാർക്ക് കുറച്ചിട്ടുണ്ട്, നിന്റെ വീട്ടിൽ അതൊരു സർപ്രൈസ് ആയിരിക്കുമെന്ന്. ദിസ് ഈസ് എക്സാക്ട്ലി സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ. 3 മാർക്ക് ഇന്റേണൽ അസസ്മെൻറ്റിൽ കുറയ്ക്കുക മാത്രമല്ല, നിന്നെ ഒന്നും ഞാൻ കൃത്യസമയത്ത് പാസ്സാക്കാൻ വിടില്ല എന്ന് ആവർത്തിക്കുന്ന അധ്യാപകനായിരുന്നു ഡോക്ടർ റാം. എന്തു നോക്കിയാണ് ഇവർ പഠിക്കാനുള്ള യോഗ്യതയുണ്ടോ? കേരള സർവകലാശാലയിൽ സംസ്കൃതത്തിൻ്റെ PhD എടുക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ ജാതിയും തരവും നോക്കി നിനക്കൊന്നും പഠിക്കേണ്ട വിഷയമല്ല എന്ന് കൽപ്പിക്കുന്ന സംവിധാനവും ചില അധ്യാപകരുമുള്ള നാട്ടിൽ ഇതല്ല, ഇതിനും അപ്പുറവും സംഭവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ്റെ വളരെ കൃത്യമായ ഒരു മാതൃക എവിടെയുണ്ട്. 3 മാർക്ക് കുറയ്ക്കുന്നു. ഈ അച്ഛന് പലതവണ അവനെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നു എന്നുള്ളതാണ്. ക്ലാസ്സിന് പുറത്തു നിർത്തുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, എന്നെ എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നിധിൻ സഹപാഠികളോട് ചോദിക്കുന്നുണ്ട്. ക്ലാസ്സിന് പുറത്തു നിർത്തുക, കൃത്യമായിട്ട് ഇന്റേണൽ അസസ്മെൻറ്റിൽ മാർക്ക് കൊടുക്കാതിരിക്കുക, പരീക്ഷയിൽ പരാജയപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക, അറ്റൻഡൻസിൻ്റെ പേരിൽ 3 മാസം അറ്റൻഡൻസ് തരൂല എന്ന് പറയുക, അതിനുശേഷം പരീക്ഷ എഴുതിക്കുന്നതെന്ന് കാണണമെന്ന് പറയുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സർവകലാശാലകളിൽ നടക്കുന്നു എന്നുള്ളതാണ്. നിധിൻ അതിനൊരു ഇരയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിധിൻ ആ ഘട്ടത്തിലാണ് ഭയം. നിധിൻ ബാക്കി എല്ലാ കാര്യങ്ങളെയും സാമാന്യം കരളുറപ്പോടുകൂടി നേരിടാനൊക്കെ കഴിയുന്ന ഒരു കുട്ടിയായിരിക്കാം. പക്ഷേ അവൻ എന്തിനാണ് പഠിക്കാൻ വന്നത്? അവനൊരു വെള്ള കോട്ടിട്ട് തിരിച്ച് അച്ഛൻ്റെയും അമ്മയുടെ മുന്നിൽ പോയി നിന്നിതാ ഡോക്ടർ നിധിൻ വന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ആ കോളേജിലേക്ക് പോയ കുട്ടിയാണ്. അവൻ ഇന്ന് വെള്ള പുതച്ചാണ് ആ വീട്ടിലേക്ക് നിശബ്ദനായി കയറി ചെല്ലുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ആ ഘട്ടത്തിൽ അവനെ അങ്ങനെ ആക്കി തീർക്കുന്നത്, അവന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത്, ഈ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയാതെ പോയാൽ ഈ കോഴ്സിന് നേരിടേണ്ടി വരുന്ന തുക, അവൻ്റെ സഹോദരിയാണ് ടൂൾ കിറ്റിന് ആവശ്യമായിട്ടുള്ള തുക പോലും അയച്ചു കൊടുക്കുന്നത്. 35,000 രൂപ വേണമെന്ന് പറയുമ്പോൾ സഹോദരി എവിടെ നിന്നെങ്കിലും ഒക്കെ സംഘടിപ്പിച്ച് അയച്ചു കൊടുക്കും. ബാക്കിയുള്ള പണം അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നയാളാണ്. അമ്മയുടെ സർജറിക്ക് വേണ്ടിയിട്ടാണ് 19,000 രൂപ ലോൺ ആപ്പിൽ നിന്ന് കടമെടുത്തത് എന്നാണ് രക്ഷിതാക്കൾ എന്ന് നമ്മളോട് പറയുന്നത്. അതെല്ലാം അവർക്കറിയാവുന്ന കാര്യം കൂടിയാണ്. അതിൻ്റെ പേരിൽ റഫറൻസ് ഒക്കെ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെയൊക്കെ റഫറൻസ് വരിക സ്വാഭാവികമാണ്. അധ്യാപകർക്ക് കോൾ വരും, നിങ്ങളുടെ വിദ്യാർത്ഥിയാണോ, പൈസ അടച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് വിളിച്ചിട്ട്, മോനെ നീ പൈസ അടച്ചേക്കണം, എത്ര രൂപ ഉണ്ടടാ എന്ന് ചോദിച്ച് വിടേണ്ടതിന് പകരം അവനെ സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി ഒരു ആൾക്കൂട്ട വിചാരണ നടത്തി നിന്നെ ക്ലാസ് മുറിക്ക് പുറത്തുപോയി കാല് തല്ലി ഒടിക്കും എന്നൊക്കെ പറയാൻ ആരാണെന്ന് ഇവര്? ആരാണ് ഈ അധ്യാപകർ? അതാണ് ഈ റാമിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അധ്യാപകർക്കും നേരെ സംശയമുണ്ടാവുന്നത്. സോ ഒരു സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജാതീയമായ അധിക്ഷേപങ്ങൾ നിറത്തിൻ്റെ പേരിൽ നടത്തുന്നയാളാണ് ഇയാൾ എന്നുള്ളത് പലതവണ പുറത്തു വന്ന കാര്യമാണ്. ഞാനൊരു ഭാഗം മാത്രം വായിക്കാം. ഈ അധ്യാപകനെ കുറിച്ച് വിദ്യാർത്ഥി പറഞ്ഞതിൻ്റെ വെർബാറ്റം:
പഠിപ്പിക്കില്ല. ബോഡി ഷേമിംഗ്, മതപരമായ കാര്യങ്ങൾ എന്നിവയാണ് 1 മണിക്കൂറിൽ വന്നാൽ ഈ ഡോക്ടർ റാം നടത്തുകയത്രേ. 55 മിനിറ്റ് നേരം മതപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയും. ബോഡി ഷേമിംഗ് നടത്തും. എന്താ ബോഡി ഷേമിംഗ്? തടിച്ച കുട്ടിയാണെങ്കിൽ ഫാറ്റി എന്ന് വിളിക്കും, കറുത്ത കുട്ടിയാണെങ്കിൽ ബ്ലാക്കി എന്ന് വിളിക്കും, മെലിഞ്ഞ കുട്ടിയാണെങ്കിൽ ലീൻ എന്ന് വിളിക്കും, കറുത്ത കുട്ടിയാണെങ്കിൽ ഡാർക്കി എന്ന് വീണ്ടും വിളിക്കും. അങ്ങനെ ചില ആളുകൾ വെളുത്തിരിക്കുന്ന മെലിഞ്ഞ കുട്ടിയാണെങ്കിൽ വൈറ്റ് കോക്രോച്ച് എന്ന് വിളിക്കും. എന്തൊക്കെ ഇരട്ടപ്പേരുകളാണ് ഈ ചങ്ങാതി വിളിക്കുന്നത്? എനിക്ക് മനസ്സിലാവാതെ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ കോളേജിൽ ഇങ്ങനെ വിളിക്കാൻ ഒരു അധ്യാപകന് കഴിയുമോ എന്നുള്ളതാണ്. അന്വേഷിച്ചപ്പോഴാണ് അവിടെ യൂണിയൻ പ്രവർത്തനമൊന്നുമില്ല, അവിടെ സംഘടനാ പ്രവർത്തനമൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ KSU, SFIO, MSFO ഒന്നും ആ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരം സംഘടനാപരമായ പല സംവിധാനങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണത്. നമ്മുടെയൊക്കെ കോളേജിൽ വന്ന് ഏതെങ്കിലും ഒരു അധ്യാപകൻ എഴുന്നേറ്റ് നിന്ന് നീ വൈറ്റ് കോക്രോച്ച് അല്ലേ എന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് നിന്ന് സാറേ ഇത് ബോഡി ഷേമിംഗ് ആണെന്ന് പറയാനുള്ള കരുത്തുള്ള കുട്ടികൾ നമ്മുടെ കോളേജിലുണ്ട്. പക്ഷേ ഈ കുട്ടികളെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, നിറത്തിൻ്റെ പേരിൽ ബോഡി ഷേമിംഗ് നടത്തുന്ന അധ്യാപകൻ. ആ അധ്യാപകൻ എന്ത് ക്വാളിറ്റിയാണ്? ചുരുങ്ങിയ പക്ഷം ഈ അധ്യാപകനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് സസ്പെൻഷനല്ല, നേരത്തെ 2 മാസം സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ട് ഡീന് കൊടുത്ത പരാതിയുടെ പുറത്ത്. വീണ്ടും അധ്യാപകൻ വരുന്നത് എന്ത് കോൺഫിഡൻസിൻ്റെ പുറത്താണ്? 15 വർഷം ഞാനിവിടെ പഠിപ്പിച്ചു എന്നുള്ള അഹങ്കാരം അധ്യാപകന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഡെന്റൽ അനാട്ടമിയുടെ തലപ്പത്ത് നിന്ന്, ആ സ്ഥാപനത്തിൽ നിന്ന് ഡോക്ടർ റാമിനെ പുറത്താക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നീട് എന്താ പറയുന്നറിയാമോ? ടെക്സ്റ്റ് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കാതെ പിറ്റേന്ന് ടെക്സ്റ്റ് വായിക്കാൻ പറയും. ടെക്സ്റ്റ് വായിച്ചിട്ടല്ല വരുന്നതെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയും. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അറ്റൻഡൻസ് നിഷേധിക്കും. 3 മാസം അറ്റൻഡൻസ് നിഷേധിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. കുട്ടികൾ ഭയന്നാണ് ക്ലാസ്സിൽ ഇരിക്കുന്നതെന്നാണ്. ഈ അറ്റൻഡൻസിന് വേണ്ടി ക്ലാസ്സിലിരിക്കുകയാണ്. അതാണ് ഇന്റേണൽ അസസ്മെന്റ് എന്നുള്ളതൊരു ഇന്റേണൽ ഹരാസ്മെന്റ് ആയിട്ട് മാറുന്നു എന്നുള്ളിടത്തും ഈ ഡോക്ടർ റാമിന്റെ സാന്നിധ്യം കാണാം. അതിനുശേഷം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് അറ്റൻഡൻസ് എന്നാ പറയുന്നത്. അവനെ നന്നായി ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു, അവൻ ടാർജറ്റായിരുന്നു. സാറിൻ്റെ മീറ്റിങ്ങിന് വരാഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, പേരൻസ് മീറ്റിങ്ങിന് വരാഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു അമ്മ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അധ്യാപകൻ ചോദിക്കുന്ന ചോദ്യം അമ്മയ്ക്ക് എന്താ കാലില്ലേ എന്നാണ്. തൊഴിലുറപ്പ് തൊഴിലാളിയായ ഈ നിധിൻ്റെ അമ്മ അവിടെ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഈ പറയാണ് പേരൻറ് മീറ്റിങ്ങിന് വരാത്തപ്പോൾ കാലില്ലേ നടന്നു വരാൻ എന്നുള്ളതാണ്. ഇതാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം മെഗലോമാനിയക്കായ, എത്രമാത്രം അരഗൻ്റായ, എത്രമാത്രം സവർണബോധമുള്ള ഒരാളാണ്. അതിനുശേഷം ഇയാളുടെ ഒരു വിക്രി എന്താണെന്നറിയാമോ? മറ്റൊരു കുട്ടിയെ കൊണ്ട് പെൺകുട്ടികളെ അടുപ്പിക്കുക. ഒരു പെൺകുട്ടി ഉത്തരം പറയുന്നത് ശബ്ദം ഉയർത്തിയല്ല എന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയെ കൊണ്ട് അടിക്കാൻ പറയുക. ആൺകുട്ടി അടിക്കുന്നത് വളരെ മൃദുവായിട്ടാണെങ്കിൽ ആ ആൺകുട്ടി എടുത്ത് നീ ഗേ ആണോ, നീ ട്രാൻസ്ജെൻഡർ ആണോ എന്ന മട്ടിലുള്ള പരാമർശങ്ങൾ നടത്തുക. ഗെയിം ട്രാൻസ്ജെൻഡറും അധിക്ഷേപമല്ല, പക്ഷേ അങ്ങനെ പരാമർശങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? എന്ത് ലിംഗബോധമാണ് ഈ അധ്യാപകനുള്ളത്? എന്ത് ലിംഗനീതിയെക്കുറിച്ച്, സാമൂഹ്യനീതിയെക്കുറിച്ച് ബോധ്യമില്ലാത്ത, ലിംഗനീതിയെക്കുറിച്ച് ബോധ്യമില്ലാത്ത, വിദ്യാർത്ഥിയുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്ത, എന്തിനൊരു പൗരൻ്റെ മാനവും അന്തസ്സും ഭരണഘടനാനുസൃതമായി ഉയർത്തിപ്പിടിക്കേണ്ടതാണ് എന്ന് ബോധ്യമില്ലാത്ത ഒരാൾ, അയാൾ ഇനി എത്ര പ്രഗത്ഭനാണെങ്കിൽ പോലും ആ കോളേജിൽ തുടരാൻ പ്രാപ്തനല്ല എന്നുള്ളതാണ്. എന്നിട്ട് ഒരുപാട് ഇയാൾ പറയാണ്, ഈ കുട്ടികൾ പറയുന്നത് അയാളെ സാറിന് വിളിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല, അയാളൊരു മൃഗമാണ് എന്നാണ്. എന്നിട്ടും ഈ കുട്ടികൾ പറയുന്നു ഞങ്ങൾക്കിത് പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ എന്തും സംഭവിക്കാം എന്ന അവസ്ഥയാണ് എന്നുകൂടി പറയുന്നൊരവസ്ഥയാണ്. നോക്കൂ, നീതി കൊടുത്തേ മതിയാകൂ. ഡോക്ടർ പായൽ തൻവിയുടെ കുറ്റവാളികൾ രക്ഷപ്പെട്ടതുപോലെ, രോഹിത് വെമുലയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മണ്ഡൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ രക്ഷപ്പെട്ടതുപോലെ, 13,000-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ഓരോ വർഷവും ചെയ്യുന്ന നാട്ടിൽ അതിന് ഉത്തരവാദികളായ ഒരാളെപ്പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതിരിക്കുന്നത് പോലെ നിധിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികളായവർ രക്ഷപ്പെട്ടുകൂടാ എന്നുള്ളതാണ്. രോഹിത് വെമുലയുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തിരയുന്നതിനേക്കാൾ പോലീസിന് താല്പര്യം രോഹിത് വെമുല ദളിതനായിരുന്നോ എന്ന് തിരയാനായിരുന്നു. അതുപോലെയാകരുത്. ലോണാപ്പിന് പിന്നാലെ ഓടി യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളിൽ നിന്ന് നിധിന് കുടുംബത്തിനെങ്കിലും നീതി കൊടുക്കുക എന്നുള്ളതാണ്. പോയത് പോയി എന്നാണ് പറയുക, പക്ഷേ ആ കുടുംബത്തിൻ്റെ നഷ്ടം ആര് നികത്തും എന്നുള്ളതാണ് ചോദ്യം. മിടുക്കനായിരുന്നു അവൻ, ഒരു നാടിൻ്റെയും ആ വീടിൻ്റെയും ഒക്കെ പ്രതീക്ഷയായിരുന്നു. നിധിൻ ചേർത്ത് നിർത്തേണ്ടവരാണ് കൊലയ്ക്ക് കൊടുത്തത് എന്നുള്ളത് വ്യക്തമാണ്. ആൻറ്റോ, ഇനി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ഒരു സാധാരണക്കാരനായ വിദ്യാർത്ഥി ഒരു BDS ജോയിൻ ചെയ്യണമെങ്കിലുള്ള ബുദ്ധിമുട്ട് അറിയോ? ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ച ഒരാളാണെങ്കിൽ അവർക്കിപ്പോൾ ഇന്ന് നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി വളരെ കോച്ചിങ്ങാണ്. മനസ്സിലായി, 7ാം ക്ലാസ്സിൽ തുടങ്ങുകയാണ്. 7, 8, 9, 10, 11, 12 ആകുമ്പോഴത്തേക്കും കാരണം ഓരോ 1-1.5 ലക്ഷം രൂപ വെച്ചിട്ട് ഏജൻസികളിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. ഏത് ക്ലാസ് മുറിക്ക് പുറത്തു നിന്ന് പഠിപ്പിക്കുകയാണ്. ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന സാധാരണ കുട്ടിക്ക് ഒരു നീറ്റിന് വേണ്ടിയിട്ട് ഒരു കോച്ചിങ് കിട്ടുന്നില്ല.
അവർ സ്വന്തം കഷ്ടപ്പെട്ട് പഠിച്ച് ഇതിനൊരു ത്വര വേണമല്ലോ, ഞാൻ എന്തോ ആകും എന്നുള്ളൊരു ത്വരേൻ്റെ പുറത്താണ് ഈ ഗവൺമെൻറ് സ്കൂളിലേക്ക് കുട്ടികൾ പഠിച്ച് ഈ നീറ്റൊക്കെ എഴുതുന്നത്. അതിൽ റാങ്ക് കിട്ടിയിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് എൻട്രൻസിൽ നമുക്ക് പിന്നെ മാർക്ക് കിട്ടിയിട്ടോ വേണം നമുക്ക് ഈ BDSനോ BMSനോ MBBSനോ ചേരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നമുക്ക് കോച്ചിങ്, കാരണം അതിനൊക്കെ പണം മുടക്കാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്താണെന്നറിയോ? കേരളത്തിൽ നടക്കുന്നത് ഈ നമ്മൾ ഹോസ്പിറ്റലിൽ ആരോഗ്യ കച്ചവടം എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസ കച്ചവടം നടക്കുകയാണ് കേരളത്തിൽ. വിദ്യാഭ്യാസ കച്ചവടം എന്ന് പറയുന്നത് എന്താ അറിയോ? എത്രാം ക്ലാസ് തുടങ്ങിയിട്ടാ? 1ാം ക്ലാസ് തുടങ്ങി കച്ചവടം സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1ാം ക്ലാസ് തുടങ്ങി കച്ചവടം എന്ന് പറഞ്ഞാൽ ഓരോ ശൈലിയിൽ ഓരോ ബേസാണ് കുട്ടികൾക്ക്. ഇങ്ങനെ തരംതിരിക്കുകയല്ലേ. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു 5 ഇരട്ടി അപ്പുറം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറമുള്ള കുട്ടി അവിടെ പോയി പിന്നെ വേറൊരു സ്കൂളിൽ പഠിക്കുകയാണ്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന് നിങ്ങൾ നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. കാരണം അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ തൊഴിലുറപ്പിൽ പോകുന്നതും പെയിൻറ്റ് പണിക്ക് പോകുന്നതും അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ മക്കൾ ഇത് നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. കാരണം അവനെ എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ്. അത് എത്തിപ്പിടിക്കണം. ഇത് എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ സമപ്രായക്കാർ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോൾ അത് എത്തിപ്പിടിക്കണം എന്നുള്ളൊരു ത്വര കൊണ്ട് ഈ സാധാരണക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ വളർന്നു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ വന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ നിതിൻ എന്ന് പറയുന്നത്. കാരണം എന്താ, നമുക്കറിയാലോ, ഒരു പെയിൻറ്റ് പണിക്കാരനായ അച്ഛൻ്റെ കയ്യിൽ നിന്നും എത്ര രൂപ ഒരു ദിവസം വരുമാനം ഉണ്ടാക്കാൻ പറ്റും? തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് എത്ര പൈസ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും? ഇതൊക്കെ കിട്ടിയിട്ട് വേണം ഒരു വർഷം 10-12 ലക്ഷം രൂപ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. 1-2 രൂപയല്ല. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഒരു BDS കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ MBBS കഴിഞ്ഞിട്ടോ BMS കഴിഞ്ഞിട്ടോ പുറത്തിറങ്ങുന്ന സമയത്ത് അവന് വരുന്ന മുടക്ക് എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ്. നമ്മൾ സന്തോഷസുന്ദര ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു സാധാരണക്കാരന് പഠിക്കുന്ന കാര്യമാണ്. പണ്ട് പറയുമല്ലോ, ഈ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുക എന്ന് പറയുന്നത് മുതലാളിമാർക്ക് മാത്രം പറ്റിയാണ്. സാധാരണക്കാരന് സുപ്രീം കോടതിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഒരു 2 ലക്ഷം രൂപയെങ്കിലും വേണം ഒരു വക്കീലിന് ഫീസ് കൊടുക്കാൻ. കാരണം സുപ്രീം കോടതി ഫയൽ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ പറയും നീതി വ്യവസ്ഥയിൽ കണ്ടില്ലേ, ഈ താഴെ തട്ടി തുടങ്ങി സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് നീതിപരമായി പോരാടാന്ന് പറയും. സാധാരണക്കാരൻ ആരെ കൊണ്ട് പറ്റുമോ സുപ്രീം കോടതി പോയി കേസ് കൊടുക്കാൻ? അറ്റ്ലീസ്റ്റ് ഹൈക്കോടതി പോയി കേസ് കൊടുക്കാനും പോലും പറ്റത്തില്ല. കാരണം ഒരു 5000 രൂപ 10000 രൂപ കേസ് കൊടുക്കുന്നത് മാക്സിമം ജില്ലാ കോടതിയിലോ സാധാരണ കോടതിയിലൂടെ അവസാനിപ്പിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, ഇപ്പോൾ സാധാരണക്കാരുടെ കുടുംബത്തിൽ നിന്ന് മെഡിക്കൽ വിദ്യാർത്ഥി വരുന്നത് എങ്ങനെ? ആരാ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്? ഏതെങ്കിലും സംസ്ഥാനം ഈ പറഞ്ഞ സ്കോളർഷിപ്പ് 1% ഒരു 1/2% ആൾക്കാർക്കാണ്. 4.5 ലക്ഷം 5 ലക്ഷം ആൾക്കാർ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു വർഷം പുറത്തേക്ക് ഇറങ്ങണം. 4.5 ലക്ഷം കുട്ടികളാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരിൽ എത്ര ആൾക്കാരുണ്ടാവും ഈ പറയുന്ന എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എത്ര പേരുണ്ടാവും? അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ നിന്ന് ഇങ്ങനെ ത്വരയുണ്ടായി പഠിച്ച് കഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന കുടുംബത്തെ നിങ്ങൾ 18,000 രൂപ, വെറും 18,000 രൂപ ഒരു ലോൺ ആപ്പിൽ കയറി ലോൺ എടുക്കേണ്ട അവസ്ഥയുള്ള ഒരു കുട്ടിയാണെന്ന് ഓർക്കണം. മനസ്സിലായോ? അവിടെയാണ് ഒരു എക്യുപ്മെൻറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടും ഒരു സർജിക്കൽ എക്യുപ്മെൻറ്റ് മേടിക്കാനും 35,000-45,000 രൂപ മേടിക്കേണ്ടി വരുന്നത്. ഇവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ, ഇതൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ പ്രത്യേകത എന്താ? കൂടെ പഠിക്കുന്ന സഹപാഠികളെല്ലാം ഓൾമോസ്റ്റ് പൈസയുള്ളവരായിരിക്കാം. അവരുടെ കുടുംബത്തിൽ സാമ്പത്തികമായി ഉണ്ടാവാം. അപ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിക്ക് ഒരു ദോഷം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ അരുൺ സാർ ആ മോർണിംഗ് ഷോയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. എൻ്റെ കുട്ടിക്ക് ഒരു സംശയം ഉണ്ടാവരുത് വിചാരിച്ചിട്ടായി 35,000-40,000 എവിടെന്നെങ്കിലും മേടിച്ച് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളോടാണ് പറയുന്നത്, എന്ത് നിൻ്റെ അമ്മയ്ക്ക് നടന്നു വരാൻ കാലില്ലേ കൈയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്താണ്. റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയ കാലിൽ ഓടിക്കും എന്ന് പറയുന്ന ശൈലിയിലേക്ക് ആരാ മാറുന്നത്? അധ്യാപകന്മാരാണ് മാറുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ഈ ഉദ്യോഗന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ കേരളത്തിലെ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. തലവരിപ്പണം മേടിച്ചിട്ടായിരുന്നു കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എത്ര ലക്ഷം? 1 കോടി 1.5 കോടിയൊക്കെയാണ് ഒരു വിദ്യാർത്ഥി MBBS പാസ്സാക്കാനോ BMS പാസ്സാക്കാനോ അല്ലെങ്കിൽ BDS പാസ്സാക്കാനോ ഒരു കുട്ടിയുടെ മേടിച്ചത് 1.5 കോടി തലവരിപ്പണം, ഫീസ് വേറെ അടയ്ക്കണം. ഇങ്ങനെ കിട്ടിയിരുന്ന ആൾക്കാർ ഈ നീറ്റ് വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഒറ്റയടിക്ക് അതൊക്കെ വെട്ടിക്കളഞ്ഞു. കാരണം തലവരിപ്പണം എന്ന് പറയുന്ന സംവിധാനം ഇല്ല ഇപ്പോൾ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ മാസം കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. അതിപ്പം ഒരു 15 വർഷമൊക്കെ 15 വർഷമൊക്കെ ഒരു അധ്യാപകനായി അല്ലെങ്കിൽ ഒരു ഡോക്ടറായി വർക്ക് ചെയ്ത ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ വരുന്നത് കോടികൾ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാപനം യുവമാരെയൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ഒന്നും
ഒന്നും കിട്ടുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് അധ്യാപകർ മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ദേഷ്യം വരുന്നത്. എന്നിട്ട് ഇതിനനുസരിച്ച് ഈ സാധാരണ പാവപ്പെട്ട കുട്ടികളെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിടുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നേരത്തെ സുനിൽ പറയായിരുന്നു 50ലധികം കേസാണ് ഒരു ബെഞ്ചിലേക്ക് വരുന്നത്. സുപ്രീം കോടതിയിലെ ഒരു ബെഞ്ചിലേക്ക് 50ലധികം കേസ് വരികയാണ്. ആരുടെ കേസാണ്? വിദ്യാർത്ഥികളുടെ കേസാണ്. എന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ഇനി പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നു. അടുത്ത വർഷവും ഇത് പുതുക്കി കൊടുക്കുകയാണ്. അടുത്ത വർഷം ഇത് പുതുക്കി കൊടുത്തിട്ട് വേറെ വിദ്യാർത്ഥികൾ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്. ഇത് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞത് ലോൺ ആപ്പിനെ കുറിച്ച് വലിയ വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ടല്ലോ കേരളത്തിൽ. ഈ വിഷയങ്ങളൊന്നും അല്ലാതെ എത്ര ആൾക്കാർ ഈ ലോൺ ആപ്പിൻ്റെ ഭീഷണിയിൽ ആത്മഹത്യ ചെയ്തു? 1-2 ആൾക്കാരല്ലല്ലോ, 100 കണക്കിന് 1000 ആൾക്കാർ ആത്മഹത്യ ചെയ്തു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതിൻ്റെ പേരിൽ എടുക്കണ്ട. ഈ അല്ലാതെ ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഈ ഏതെങ്കിലും ഒരു ലോൺ ആപ്പിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ആരെങ്കിലും, നിങ്ങൾ അടുത്ത കാലത്ത് എങ്ങനെ ആരെങ്കിലും ഒരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന വാർത്ത നമ്മൾ കേട്ടോ? ഈ ഭീഷണിപ്പെടുത്തിയ ലെവലിൽ ഒരാളെയും കേട്ടിട്ടില്ലല്ലോ. ഒരാളുടെയും ഈ പറയുന്ന ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ഈ പറയുന്ന സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അയൽക്കാർക്കൊക്കെ അയച്ചു കൊടുത്തവരാരെയും അറസ്റ്റ് ചെയ്തോ? എത്രയോ ആൾക്കാർ ഡെയിലി എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന പിന്നെന്താണ് ഓൺലൈൻ റമ്മിയിലും ഈ പറയുന്ന മൊബൈൽ ആപ്പിലൊക്കെ ചെയ്തു. വേണ്ട, ഒരു ടോൾ ഫ്രീ നമ്പറെങ്കിലും ഇതിലിങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തിട്ട് ഇതിലേക്കൊന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. ടോൾ ഫ്രീ നമ്പറെങ്കിലും ഇവർ കൊടുത്തിട്ടില്ലല്ലോ എന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഇത് ലോൺ ആപ്പിൻ്റെ കൂടെ. എന്നിട്ട് ആ ലോൺ ആപ്പ് എന്ന് പറയുന്നത് ഒരു രക്ഷപ്പെടാനുള്ള മാർഗ്ഗമായി കണ്ടെത്തിയേക്കാണ്. ആത്മഹത്യ ചെയ്യുന്നവർ മുഴുവൻ ലോൺ ആപ്പിൻ്റെ പുറകെയാണ് എന്നുള്ള നിലയ്ക്ക്. എന്നിട്ട് അതിലേക്ക് അന്വേഷണം നടത്തുന്നു. ഓരോ ആത്മഹത്യക്കും ഈ പറയുന്ന ലോൺ ആപ്പിൻ്റെ മേലെ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിതിനെ പോലെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആൾക്കാർ ഇങ്ങനെ മരണപ്പെടുമ്പോൾ ഇത് ഇനിയെങ്കിലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് സംവിധാനമാണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്? ഇനിയെങ്കിലും ഇത് ഒരു സ്കൂളിൽ നടക്കില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കരുത് എന്നുള്ള നിലയ്ക്ക് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഇത് അവസാനിച്ച് കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. ഈ വാർത്ത സ്മൃതി മേഡം തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്താണ്, ഇത് നിതിന് നീതി കിട്ടുന്നതല്ല. നീതിനെ പോലെ അനുഭവിക്കുന്ന കേരളത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. പൈസ ഇല്ലാതെ പഠിക്കാൻ പറ്റാത്തത്, പേടിച്ചിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്തത്, വണ്ടിക്കൂലി ഇല്ലാതെ പോകാൻ പറ്റാത്ത ആൾക്കാർ, അതുപോലെ തന്നെ ഈ അധ്യാപകരുടെ ഭീഷണി നേരിടുന്ന വിദ്യാർത്ഥികൾ. അപ്പോൾ ഇവർക്കൊക്കെ ഓരോ സ്കൂളിലും ഓരോ കമ്മിറ്റി ഇൻറ്റേർണൽ കമ്മിറ്റികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻറ്റേർണൽ കമ്മിറ്റികൾ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാനൊരു സംവിധാനം ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ വരും. എങ്ങനെ ഈ പറഞ്ഞ വിദ്യാഭ്യാസ സംഘടനയിലെ ആൾക്കാർ, അല്ലെങ്കിൽ യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടും SC/ST കമ്മീഷൻ. ഒരു വർഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന SC/ST കേസുകളുടെ എണ്ണം എത്രയോ? 1000-ന് മേലെയാണ്. 1000-ന് മേലെയാണ് ഒരു SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കുന്നത് കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. ഇതുണ്ട്. പക്ഷേ പ്രതികരിക്കപ്പോഴാണ് ഈ ഒരാഴ്ച പ്രതികരിക്കും, അതിനുശേഷം പ്രതികരണം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെതിരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിച്ച് ഇത് മാതൃകാപരമാണ് എന്നുള്ള ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ സംവിധാനങ്ങൾക്കുണ്ട്. പോലീസിനായാലും സർക്കാരിനാണെങ്കിലും ഇതൊക്കെ നടപ്പിലാക്കിയാൽ ഇനിയെങ്കിലും ഇതുപോലെയുള്ള സംവിധാനം ഇല്ലാതിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിതിന് നീതി അകലെയോ എന്നുള്ളതായിരുന്നു ചോദ്യം. 4 പേരും യെസ്,